നല്ല വളക്കൂറുള്ള മണ്ണില് ഇച്ചിരി തണലൊക്കെ ഉണ്ടെങ്കിൽ സുഖമായിട്ട് സുന്ദരമായിട്ട് വളരുന്ന ഒരു ഔഷധ സസ്യമാണ് ഇഞ്ചി. അതായത് മറ്റ് കൃഷികൾക്കിടയിൽ ഇടവിളയായിട്ട് നട്ടുപിടിപ്പിക്കാൻ പറ്റിയൊരു കൃഷി തന്നെയാണ് ഇഞ്ചി കൃഷി. ഈ ഇഞ്ചിക്ക് പറഞ്ഞിട്ടുള്ള ഗുണങ്ങളൊക്കെ തന്നെ ചുക്കിനും ഉണ്ട്. കേരളത്തിലെ കാലാവസ്ഥ ഇത് വളരെ വിശേഷമായിട്ട് വളരാൻ അനുകൂലമാണ്. ചുക്കില്ലാത്ത കഷായം ഇല്ല എന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവല്ലോ. സംഗതി ശരിയാണ്. അതായത് ഒരുവിധം ഔഷധങ്ങളൊക്കെ ചേർക്കുന്നുണ്ട്. കാരണം എന്താ വെച്ചാല് നമ്മുടെ ശരീരത്തിന്റെ ഇമ്മ്യൂണിറ്റി നിലനിർത്താനായിട്ട് അഗ്നിദീപ്തി ഒരു പ്രധാന ഘടകമാണ്. ദഹനശക്തി നല്ലോണം ഉണ്ടാവണം എന്ന് നമ്മൾ മുൻപ് വീഡിയോകളിൽ പറയാറില്ലേ, നിങ്ങൾക്ക് അറിയാലോ. അപ്പൊ ഈ ദഹനം ശരിയാവണം നടക്കണമെങ്കിൽ നല്ല അഗ്നിബലം ഉണ്ടാവണം. അപ്പൊ അതിന് അഗ്നിദീപ്തി ഉണ്ടാക്കാനായിട്ട് സഹായകരമായ എല്ലാ ഘടകങ്ങളും ഇഞ്ചിയിൽ അടങ്ങിയിട്ടുണ്ട്. അതുപോലെ ചുക്കിലും ഉണ്ട്. ഓക്കെ, ഇഞ്ചി പ്രോസസ് ചെയ്തെടുക്കുന്നതാണല്ലോ ചുക്ക്. ഓക്കെ, ഇഞ്ചി നീര് തന്നെ ഉപയോഗിക്കുന്നുണ്ട് കേട്ടോ. നമ്മൾ ഒരുപാട് ഗുളികകളൊക്കെ അരയ്ക്കാനായിട്ട് ഇഞ്ചി നീര് ഉപയോഗിക്കുന്നുണ്ട്. പല ഔഷധങ്ങൾ തയ്യാറാക്കാനായിട്ട് ഇഞ്ചി ഉപയോഗിക്കുന്നുണ്ട്. അതുപോലെ ചുക്കാണ് കഷായങ്ങളിലൊക്കെ കൂടുതലായിട്ട് എടുക്കുന്നത്. രണ്ടും ഒരുപോലെ ഉപയോഗിച്ചു വരുന്ന സംഗതി തന്നെയാണ്. എന്നാൽ ഇതിന്റെ രസഗുണ ഭാഗങ്ങളിൽ ചെറിയ ചെറിയ വ്യത്യാസങ്ങളുണ്ട്. ഈ ചുക്കില്ലാത്ത കഷായം ഇല്ലാന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. അതുകൊണ്ട് തന്നെ ഇതിന് മഹൌഷധി എന്നൊക്കെയാണ് വിളിക്കുക. സിഞ്ചിബർ ഒഫിഷ്യനാലിസ് എന്നാണ് ബൊട്ടാനിക്കൽ നെയിം. സിഞ്ചിബർ എസ് എ ഫാമിലിയാണ്. സംസ്കൃതം പേരുകൾ പറയുകയാണെങ്കിൽ നാഗരം, ശുണ്ഠി, ആർദ്രകം, മഹൌഷധി, ശൃംഗിവേരം എന്നീ പേരുകളിൽ അറിയപ്പെടുന്നുണ്ട്. കേരളത്തിൽ മാത്രമൊന്നല്ല കേട്ടോ, ഏഷ്യയിൽ പല രാജ്യങ്ങളും ഇത് കൃഷി ചെയ്തു വരുന്നുണ്ട്. കേരളത്തിൽ ഇത് സുലഭമായിട്ട് നിങ്ങൾക്ക് പലർക്കും കൃഷി ചെയ്യാവുന്ന ഒരു സംഗതിയാണ്. ആയുർവേദ ഔഷധങ്ങൾ തയ്യാറാക്കാനായിട്ട് തീർച്ചയായിട്ടും ആവശ്യമുള്ള ഒരു ഘടകമാണ്. ആയുർവേദം ഉള്ളിടത്തോളം കാലം ഇഞ്ചിക്കും ചുക്കിനും പ്രാധാന്യം ഉണ്ടാവും നടത്തും. പ്രധാനമായിട്ട് ദഹനശക്തി വർദ്ധിപ്പിക്കുന്നു. അതുകൊണ്ട് തന്നെയാണ് നമ്മളിത് ആഹാരത്തിലും ചേർക്കുന്നത്. ഭക്ഷണം ശരിയാവണ്ണം ദഹിച്ച് ശരീരത്തിലേക്ക് ആഗിരണം ചെയ്യുന്നതിനും രുചി ഉണ്ടാവുന്നതിനും സഹായകരമാവുന്നുണ്ട് ഇഞ്ചി. അതുപോലെ തന്നെ നമ്മൾ ഔഷധങ്ങൾ തയ്യാറാക്കാനായിട്ട്, പ്രത്യേകിച്ച് കഷായങ്ങളൊക്കെ തയ്യാറാക്കാനായിട്ട് ഉപയോഗിക്കുമ്പോൾ മറ്റ് ഔഷധങ്ങളുണ്ടല്ലോ, ഔഷധദ്രവ്യങ്ങളെ ദഹിപ്പിച്ച് ശരീരത്തിലേക്ക് ആഗിരണം ചെയ്യാനായിട്ട് സഹായകരാവുന്നുണ്ട്. അതുകൊണ്ടാണ് ഒട്ടുമിക്ക കഷായ യോഗങ്ങളിലും ചുക്കും കൂടെ ചേർത്ത് ഉപയോഗിക്കുന്നതായിട്ട് കാണാം. ഇഞ്ചി ഒരു ഔഷധ സസ്യമാണ്. ഇതിന്റെ രൂപവിവരണമൊന്നും മലയാളികൾക്ക് ആവശ്യം ഉണ്ടാവില്ല. ഏകദേശം ഒരു 1.5-2 അടി വരെ ഉയരത്തിൽ വളരാം. നീണ്ട കൂർത്ത ഇലകളുണ്ടാവും. കടും പച്ച നിറത്തിലാണ്. ഇതിന്റെ അടിയിലുള്ള കിഴങ്ങ് ഭാഗമാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. വേര് വളർന്ന് കിഴങ്ങാവുന്നു. ആ കിഴങ്ങാണ് നമ്മുടെ ഔഷധ യോഗമായിട്ടുള്ള ഭാഗം. ഇത് ഇത്രയും നിങ്ങൾക്ക് അറിയാവുന്നതാണല്ലോ. ഇനി ഇതിന്റെ രാസഘടകങ്ങൾ പരിശോധിക്കുകയാണെങ്കിൽ ഇതിൽ ജലാംശമുണ്ട്, കാർബോഹൈഡ്രേറ്റ് ഉണ്ട്, പ്രോട്ടീൻ ഉണ്ട്, ഫാറ്റ് ഉണ്ട് ചെറിയ തോതിൽ. അതുപോലെ ലോഹങ്ങളുടെ അംശവും കാൽസ്യവും ഫോസ്ഫറസും എല്ലാം ചെറിയ തോതിൽ കാണുന്നു. അതുപോലെ തന്നെ ബാഷ്പീകരണ സ്വഭാവമുള്ള ഒരു സുഗന്ധ തൈലവും ഇതിൽ അടങ്ങിയിട്ടുള്ളതായിട്ട് കണ്ടുപിടിക്കപ്പെട്ടിട്ടുണ്ട്. കൂടാതെ അയഡിനും ക്ലോറിനും സ്റ്റാർച്ചും പിന്നെ വൈറ്റമിൻ എ ഉണ്ട്, വൈറ്റമിൻ ബി ഉണ്ട്, വൈറ്റമിൻ സി ഉണ്ട്. ഇനി ഇതിന്റെ ആയുർവേദ പ്രോപ്പർട്ടീസ് ഒന്ന് പരിശോധിക്കുകയാണെങ്കിൽ കടുരസമാണ്, ഉഷ്ണവീര്യമാണ്, മധുര വിഭാഗമാണ്. അതുപോലെ ഗുണങ്ങൾ പറയുകയാണെങ്കിൽ രൂക്ഷ തീക്ഷ്ണ ഗുരുഗുണത്തോട് കൂടിയതാണ്. ആയുർവേദ പ്രോപ്പർട്ടീസ് എന്ന് പറയാണ്. പ്രധാനമായിട്ട് നേരത്തെ പറഞ്ഞ പോലെ ദഹനശക്തി വർദ്ധിപ്പിക്കുന്നു. അതുപോലെ തന്നെ ആമാശയത്തിന്റെയും വൻകുടലിന്റെയും ചെറുകുടലിന്റെയും ഒക്കെ പ്രവർത്തനങ്ങളെ ഉത്തേജിപ്പിക്കുന്നതിനും സഹായകരമാവുന്നുണ്ട്. ഈ അഗ്നിദീപ്തികരങ്ങളായിട്ടുള്ള അഗ്നിദീപന സ്വഭാവം ഉള്ളതുകൊണ്ട് ഈ ആമാവസ്ഥ പചിപ്പിക്കും എന്നുള്ളതുകൊണ്ട് കഫദോഷത്തെ ക്ഷയിപ്പിക്കുന്നു. അതുകൊണ്ട് കാസം, ആസ്മ, ചുമയും കഫക്കെട്ടും ആസ്മ ഇത്തരം രോഗാവസ്ഥകളിൽ ഔഷധങ്ങൾ തയ്യാറാക്കാനായിട്ട് ഉപയോഗിച്ചു വരുന്നുണ്ട്. അതുപോലെ ഈ ആമാവസ്ഥ ഇല്ലാതാക്കുന്നതിന് അഗ്നിദീപ്തി ഉണ്ടാക്കിയിട്ട് ആമത്തെ പചിപ്പിക്കുന്നതുകൊണ്ട് ജ്വര ചികിത്സയിൽ, ജ്വരം എന്ന് പറയുമ്പോൾ പനി മാത്രമല്ല കേട്ടോ, ശരീരത്തിൽ എന്ത് ഇൻഫെക്ഷൻ ഉണ്ടാകുമ്പോഴും ശരീരത്തിൽ ഉണ്ടാകുന്ന ഒരു ആമാവസ്ഥയുണ്ട്. അതിനെ നിർവഹിക്കുന്നതിന് പചിപ്പിക്കുന്നതിന് സഹായകരമാവുന്നുണ്ട് ഇഞ്ചി അല്ലെങ്കിൽ ചുക്ക് ചേർത്ത് തയ്യാറാക്കുന്ന ഔഷധങ്ങൾ. ആയുർവേദത്തിൽ മാത്രമല്ല, മോഡേൺ മെഡിസിൻസ് തയ്യാറാക്കാനും ഇഞ്ചിയിൽ നിന്നുള്ള എക്സ്ട്രാക്ട്സ് ഉപയോഗിച്ചു വരുന്നുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഇഞ്ചിയുടെ സ്വരസം എടുത്തിട്ട് നമ്മൾ ഗുളികകളൊക്കെ അരയ്ക്കാനായിട്ട് തയ്യാറാക്കുന്നുണ്ട്. പ്രത്യേകിച്ച് വെട്ടുമാറൻ ഗുളിയൊക്കെ അരയ്ക്കുന്നത് അരച്ചുരുട്ടി നിഴലിൽ ഉണക്കിയാണല്ലോ വെട്ടുമാറൻ ഗുളിക തയ്യാറാക്കുന്നത്. അത് അരച്ചുരുട്ടാനായിട്ട് ചേർക്കുന്നത് ഇഞ്ചിനീരാണ്. അതുപോലെ തന്നെ വെട്ടുമാറൻ ഗുളിയുടെയൊക്കെ അനുപാനമായിട്ട് പലപ്പോഴും ചേർക്കുക ഇഞ്ചിനീരിൽ ചേർത്ത് ചാലിച്ച് കഴിക്കാനാണ് ഞാൻ പ്രിസ്ക്രൈബ് ചെയ്യാറുണ്ടല്ലോ. നമ്മുടെ രോഗികൾക്ക് അറിയാം. ഇത് പ്രത്യേകമായിട്ട് ഈ ആമാവസ്ഥ ശരീരത്തിൽ ഉണ്ടാകുമ്പോൾ ആമവാദത്തിലായാലും അതുപോലെ മറ്റ് രോഗാവസ്ഥകളിലായാലും ജ്വരത്തിലും പനിയിലും എന്ത് ഇൻഫെക്ഷൻ ഉണ്ടാകുമ്പോഴും അവിടെ ആമാവസ്ഥ ഉണ്ടാവല്ലോ. ഈ ആമപാചനത്തിനായിട്ട് വെട്ടുമാറും ഗുളിയ ഇഞ്ചിനീരും ചേർത്ത് അനുപാനായിട്ട് ഇഞ്ചിനീരിൽ ചാലിച്ച് ചേർത്ത് കൊടുക്കാനായിട്ട് നിർദ്ദേശിക്കാറുണ്ട്. ഇനി ചില പൊടിക്കൈകൾ പറയുകയാണെങ്കിൽ കലശലായിട്ടുള്ള ചെവി വേദന ഉണ്ടാവുകയാണ്. ഇപ്പൊ രാത്രി കാലങ്ങളിലൊക്കെ കലശലായിട്ടുള്ള വേദന അനുഭവപ്പെട്ടു പെട്ടെന്ന് നിങ്ങൾക്ക് ഒരു ഔഷധങ്ങളൊന്നും കിട്ടിയില്ലെങ്കിൽ ഇഞ്ചി ഇടിച്ചു പിഴിഞ്ഞ് നീരെടുക്കുക. അതൊന്ന് ചെറുങ്ങനെ ഒരു ടീസ്പൂണിലായിട്ട് ഒന്ന് തണുപ്പ് പിടിക്കുക. ഒത്തിരി ചൂട് പാടില്ല കേട്ടോ, ഒന്ന് തണുപ്പ് വിട്ട ഭാഗം. ആ രീതിയിൽ 1-2 തുള്ളി ഇഞ്ചിനീര് ചെവിയിൽ ഇട്ടിക്കുകയാണെങ്കിൽ ആ കലശലായിട്ടുള്ള ചെവി വേദന ശമിപ്പിക്കുന്നതിന് സഹായകരമാവുന്നു. ചവച്ചരയ്ക്കാതെയും സംസാരിച്ചുകൊണ്ടൊക്കെ വേഗത്തിൽ ഭക്ഷണം കഴിക്കുമ്പോൾ ഈ എക്കിട്ടുണ്ടാവും. തുടർച്ചയായിട്ട് എക്കിള് നിൽക്കാതെ നീണ്ടു നിൽക്കുന്ന എക്കിട്ടം വന്നുകൊണ്ടിരിക്കും തുടർച്ചയായിട്ട്. ഇത്തരക്കാര് ചുക്ക് പൊടിക്കുക. ചുക്ക് ഇടിച്ചു പിടിച്ച പൊടിയുണ്ടല്ലോ, അത് തേനും ചേർത്ത് ചാലിക്കുക. എന്നിട്ട് അതിങ്ങനെ പലവട്ടമായിട്ട് ഇങ്ങനെ ഓരോ തൊണ്ട് വീതം പലവട്ടം നാവിൽ പുരട്ടി അലിയിച്ചിറക്കുകയാണെങ്കിൽ ഈ എക്കിട്ടം നിലയ്ക്കുന്നതിന് സഹായകരമാവുന്നുണ്ട്. എക്കിള് പിക്കഫ് എന്ന് വിളിക്കില്ലേ, അതിന് ശമിക്കുന്നതിന് സഹായകരമാവും. ഇതുപോലെ തന്നെ അമിതമായിട്ടുള്ള ഭോജനം കൊണ്ട് നിങ്ങളുടെ ദഹനേന്ദ്രിയ വിഭാഗത്തിന് താങ്ങാവുന്നതും ദഹിപ്പിക്കാൻ കഴിയുന്നതിനേക്കാൾ കൂടുതലായിട്ട് നിങ്ങൾ ഭക്ഷിക്കുമ്പോൾ ദഹന തകരാറുണ്ടാവല്ലോ. അങ്ങനെ ആ ദഹനക്കേടൊക്കെ ഉണ്ടാകുമ്പോൾ ഞാൻ പൊതുവെ പറയാറുണ്ട് ഇഞ്ചിയും ശർക്കരയും കൂടെ അരച്ചിട്ട് കാലത്ത് ഭക്ഷണത്തിന് മുമ്പായിട്ട് പതിവായിട്ട് കഴിക്കാനായിട്ട്. അപ്പൊ ആ ദഹനക്കേട് കൊണ്ടുണ്ടാകുന്ന ബുദ്ധിമുട്ടുള്ള അസ്വസ്ഥതകൾ, ദഹനക്കേട്, ദഹന തകരാറ്, ശോധന കുറവ്, ഇത്തരം പ്രശ്നങ്ങളൊക്കെ ശമിപ്പിക്കുന്നതിന് സഹായിക്കും. അതേപോലെ തന്നെ നമുക്ക് ചുക്കും അതിന്റെ ഇരട്ടി തൂക്കം ശർക്കരയും കൂടെ ഇടിച്ച് പൊടിച്ചു വെക്കുക. അതിങ്ങനെ ഓരോന്നുള്ളു വീതം പലവട്ടായിട്ട് കഴിക്കുകയാണെങ്കിൽ ഇതുപോലെ ദഹനക്കേട് കൊണ്ടുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ കുറയുന്നതിന് സഹായകരമാകുന്നു. അതേപോലെ തന്നെ ഈ ദഹനശക്തി ഇല്ലാതിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട സംഗതികൾ
കാണുന്നു എന്ന് പറഞ്ഞിട്ട് വീണ്ടും വീണ്ടും വാങ്ങി വയറ് നിറച്ച് കഴിക്കുമ്പോഴേ ഈ ദഹനക്കേടുണ്ടാവും. ഓക്കാനവും ഛർദിയും വയറുവേദനയും വയറുവീർപ്പും വയറിനകത്ത് ശബ്ദം ദഹനമില്ലായ്മ വിശപ്പില്ലായ്മ ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടാവാറില്ലേ? ഈ അവസ്ഥയിൽ നിങ്ങൾക്ക് ചെയ്യാവുന്ന ഒരു പൊടിക്കൈയും കൂടെ പറഞ്ഞുതരാം. അതായത് ചുക്കും ഏലക്കായും വെളുത്തുള്ളി ഇത് സമ അളവിൽ എടുക്കുക. എന്നിട്ട് അത് കഷായം വെച്ചിട്ട് ഒരു ഔൺസ് വീതം 3 നേരം ഭക്ഷണത്തിന് മുമ്പ് അങ്ങോട്ട് കഴിക്കുക. ഓക്കെ, അത് ഈ പറഞ്ഞ ദഹനക്കേട്, ഓക്കാനം, ഛർദി, വിശപ്പില്ലായ്മ, ദഹനത്തകരാറ് കൊണ്ടുണ്ടാവുന്ന മറ്റു ബുദ്ധിമുട്ടുകളൊക്കെ ശമിപ്പിക്കുന്നതിന് സഹായകരമാവും. ഇനി ഇതേപോലെ ഈ ദഹനത്തകരാറ് കൊണ്ട് ആമാശയത്തിനകത്ത് കഫം വർദ്ധിച്ച് അത് നെഞ്ചിലേക്ക് വ്യാപിച്ചിട്ട് ഉരസിനെ ചെസ്റ്റിനെ ആശ്രയിച്ച് കഫക്കെട്ട്, നെഞ്ചിൽ കഫക്കെട്ടും അതുവഴി ഉണ്ടാകുന്ന ചുമയും ഉണ്ടാവല്ലോ. ഈ അവസ്ഥയിൽ ഇതിപ്പോ ആസ്മയുടെ ഒക്കെ ബുദ്ധിമുട്ടുള്ളവരാണെങ്കിൽ കുറച്ച് കൂടുതൽ ബുദ്ധിമുട്ടാൻ സാധ്യതയുണ്ട്. അവർക്ക് ചെയ്യാവുന്ന ഒരു പൊടിക്കൈ പറഞ്ഞുതരാം. അതായത് ചുക്കെടുക്കുക, അതിന്റെ ഇരട്ടി അളവിൽ കറുത്ത എള്ള് വറുത്തെടുക്കുക. എന്നിട്ട് ഇത് രണ്ടും കൂടി ഇതിന്റെ ഇരട്ടി അളവിൽ ശർക്കര ഇടുക. ഇത് മൂന്നും കൂടി നന്നായിട്ട് ഇടിച്ച് പൊടിച്ചു വെക്കുക. ഓക്കെ, അത് ഓരോ ടീസ്പൂൺ വീതം 3 നേരം ഭക്ഷണത്തിന് മുൻപ് പതിവായിട്ട് കഴിക്കാമെങ്കിൽ ഈ കഫം വർദ്ധിച്ചുണ്ടാവുന്ന ആമാശയത്തെ ആശ്രയിച്ച് ദഹനക്കേട് കൊണ്ടുണ്ടാവുന്ന ആമാവസ്ഥയും കഫക്കെട്ടും ഉണ്ടായിട്ട് ചുമ വരും. കഫക്കെട്ട്, നെഞ്ചിൽ കഫക്കെട്ട് ഉണ്ടാവും. ഈ ചുമ ശമിപ്പിക്കുന്നതിന് ഇത്തരം പ്രയോഗം സഹായകരമാകുന്നു. അതുപോലെ തന്നെ ഇതുപോലെ കഫക്കെട്ടും ചുമയുണ്ടാവുമ്പോ ഇനിയിപ്പോ വറുത്ത എള്ളൊന്നും കിട്ടിയില്ലെങ്കിൽ ചുക്കും ജീരകവും വീട്ടിലുണ്ടാവും. ഇത് രണ്ടും കൂടി ഇടിച്ച് പൊടിച്ചിട്ട് വേണമെങ്കിൽ അതിൽ അല്പം ശർക്കരയും കൂടി ചേർക്കാം. ഇത് നന്നായിട്ട് ഇടിച്ച് പൊടിച്ചിട്ട് അതിങ്ങനെ പലവട്ടായിട്ട് 1/2 ടീസ്പൂണോ 1 ടീസ്പൂൺ വീതം പലവട്ടായിട്ട് കഴിക്കുകയാണെങ്കിൽ ഈ ചുമയും കഫക്കെട്ടും ഒക്കെ കുറഞ്ഞു വരുന്നതിന് സഹായകരവും. പിന്നെ നമ്മൾ ആമാശയാശ്രിതമായിട്ട് ഈ പറഞ്ഞ പോലെ ദഹനത്തകരാറ് എന്തുണ്ടായാലും നമ്മൾ ഇഞ്ചി ഇടിച്ചു പിഴിഞ്ഞ് നീരെടുക്കുക. അതിലേക്ക് സമം തേനും 1-2 എന്നുള്ള കായത്തിന്റെ പൊടിയും കൂടെ ചേർത്ത് ചാലിച്ചിട്ട് പലവട്ടായിട്ട് കഴിക്കുന്നു. ഇതുപോലെ ദഹനം വർദ്ധിപ്പിക്കുന്നതിന് സഹായകരമാവുന്നുണ്ട്. ദഹനക്കേട് കൊണ്ടുണ്ടാവുന്ന വയറുവീർപ്പ്, വയറുവേദന, വയറ്റിനകത്ത് കൃമിശല്യം, അതുപോലെ വയറ്റിനകത്ത് ശബ്ദം കേൾക്കുക, ഇത്തരം അവസ്ഥയിലും ഇത് ഉപയോഗിക്കാം. ഇനി നമ്മൾ പ്രത്യേകം അറിഞ്ഞിരിക്കേണ്ട മറ്റൊരു സംഗതി, ചിലർ ഇഞ്ചിനീരും ഇഞ്ചിയുടെ അമിതമായിട്ടുള്ള ഉപയോഗവും ഒഴിവാക്കേണ്ട അവസ്ഥയുണ്ട്. അതായത് അമിതമായിട്ടുള്ള അസിഡിറ്റി, ഭസ്മകം എന്ന് പറയുന്ന അവസ്ഥ, അതായത് അമിതമായിട്ടുള്ള വിശപ്പ് ഉണ്ടാവുക, അസിഡിറ്റി ഉണ്ടാവുക, അൾസർ ഉണ്ടാവുക, വയറ്റിനകത്തൊക്കെ എരിച്ചിലും ഭയങ്കരമായിട്ടുള്ള പുളിച്ചതായിട്ടുള്ള ഒക്കെ അനുഭവപ്പെടുക, ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അത്തരക്കാര് ഇഞ്ചിനീര് ഒഴിവാക്കുകയായിരിക്കും ഉചിതം. ഞാൻ ഡോക്ടർ സേവ്യർ. നമ്മൾ ഇവിടെ കൊടുത്തിട്ടുള്ള വീഡിയോന്റെ ലിങ്ക് നിങ്ങൾക്ക് ഉപകാരപ്പെടും, കയറി കാണാവുന്നതാണ്. ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഓർമ്മിപ്പിക്കും.